പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. താൻ ആരാണെന്നുള്ള സത്യം ജനങ്ങളോട് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ ഈശോയെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കിയത് സ്വന്തം ദേശത്തെ ജനങ്ങൾ തന്നെയാണ്. എന്നാൽ സ്വദേശത്ത് നിന്ന് അവഗണന ഏറ്റുവാങ്ങിയ ഈശോ അവരോട് മറുപടി ഒന്നും പറയാതെ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. ഒന്നും മിണ്ടാതെ ഈശോ പോയത് വേറൊന്നും കൊണ്ടല്ല, തൻ്റെ നിശബ്ദത കൊണ്ട് ആ സാഹചര്യത്തെ ഈശോ അതിജീവിച്ചതാണ്. ചില സമയങ്ങളിൽ നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വന്നു എന്ന ഒറ്റ കാരണത്താൽ എത്രയോ ബന്ധങ്ങളാണ് തകർന്നത്. ഈ സാഹചര്യത്തിൽ ഈശോയുടെ നിശബ്ദമായ വിടവാങ്ങൽ ഒരു മാതൃകയായി സ്വർഗം നമുക്ക് തരികയാണ്. കാരണം നാവ് പലരെയും തകർക്കും എന്നുള്ള ബോധ്യം ആയിരുന്നു ആ മനസ്സിൽ. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 17-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. നാവിനെ അടക്കി ഹൃദയത്തിൽ ഒരു കുന്നോളം വേദന ഏറ്റുവാങ്ങി ഈശോ ഇറങ്ങിപ്പോകുന്നത് നമ്മുടെ മുന്നിലൂടെ തന്നെ. ആ നിശബ്ദത നമ്മുടെ പല പ്രതിസന്ധികൾക്കുമുള്ള മറുപടിയാണ്. തകർന്നുപോയ പല ബന്ധങ്ങളും കൂട്ടിയിണക്കുവാനും പടുത്തുയർത്തുവാനും ഈശോയുടെ നിശബ്ദത നമ്മെയും ശക്തിപ്പെടുത്തട്ടെ. ഈ തിരുവചനം കേൾക്കുന്നവരിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.